അമ്മ പറഞ്ഞതുപോലെ അവരൊരു പാവ സ്ത്രീയൊന്നും അല്ല. അവരൊരു ഭദ്രകാളിയാ. ആ നോട്ടവും സംസാരവും ഞാൻ നിന്നങ്ങ് ഒരുക്കി ഐസായി പോയി. നീ എന്താ ദീപക് ഈ പറയുന്നേ? അവള് നിന്നെ ഭയപ്പെടുത്തിയോ? അതെ അമ്മേ, അവരെന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കണ്ണി നോക്കി തന്നെ പറഞ്ഞു എന്റെ ഋതിയുടെ വിവാഹം നടത്തില്ലെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞമ്മേ, പറഞ്ഞു. എടാ, അപ്പ നിനക്ക് അവളുടെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ? പിന്നെ പൊട്ടിക്കാൻ പോയിട്ടെ ആ സമയത്തെ അവരുടെ നോട്ടവും മട്ടും ഭാവവും കണ്ടിട്ട് ഞാൻ ഓർത്തു അവരെന്തെങ്കിലും എന്നെ ചെയ്യുമെന്ന്. ഇവനിത് എന്തൊക്കെയാ ദൈവമേ പറയുന്നേ? ഈ വീട്ടിൽ ആരുടെയും മുഖത്ത് തലയുയർത്തി നോക്കാൻ ധൈര്യമില്ലാത്ത പത്മാവതി നിന്നെ പേടിപ്പിച്ചു എനിക്ക് വിശ്വസിക്കാനാവില്ല. എന്നാലും ഇതെങ്ങനെ? ദീപകേ, അവള് ബുദ്ധിമതിയാ. നിന്നെ അവള് ശരിക്കും പറ്റിച്ചതാ മോനെ. എന്നെ പറ്റിച്ചതാണെന്നോ? അതെ, ഞാൻ നിന്നോടെ പത്മാവതിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം നീ മറന്നു. എന്ത് കാര്യം? അവളൊരു മികച്ച നർത്തകിയായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല അഭിനേത്രിയും. നിന്റെ മുന്നിൽ പെട്ടുവെന്ന് മനസ്സിലാക്കി അവൾ അവസാന രക്ഷാശ്രമം എന്നോളം അവൾക്കറിയാവുന്ന അവളുടെ നടനം നിന്റെ മുന്നിലൊന്ന് പുറത്തെടുത്തതാ. നീ അത് കണ്ടങ്ങ് പേടിക്കുകയും ചെയ്തു. അയ്യേ, അവരപ്പോ അങ്ങനെയൊക്കെ സംസാരിച്ചത് അതൊക്കെ അഭിനയായിരുന്നോ? ഉറപ്പല്ലേ? അല്ലാതെ നീ വിചാരിക്കുന്ന അത്ര ഗഡ്സും വിൽ പവർ ഒന്നും അവൾക്കില്ലടാ. നിന്റെ മുഖത്ത് നോക്കി അവള് വെല്ലുവിളിച്ചപ്പോ നീ ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ അവൾ അവിടെ കിടന്നേനെ. അതിനെനിക്ക് കഴിയുമായിരുന്നില്ല അമ്മേ. അഭിനയം കൊണ്ട് മാത്രമല്ല, തന്ത്രം കൊണ്ടും അവരെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഞാനവരെ ആദ്യം തന്നെ ശരിക്കൊന്ന് വിരട്ടാൻ നോക്കിയതാ. പക്ഷെ അതിനെ വിട്ട് ഞാൻ സംസാരിച്ചതൊക്കെ അവര് ഫോണിലങ്ങ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ആ റെക്കോർഡ് അമ്മാവനെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒരു വാക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിര് വിട്ട് സംസാരിച്ചു എന്ന് വെച്ചാ? അവര് പറഞ്ഞതുപോലെ അമ്മാവൻ ആ വീഡിയോ അങ്ങനെ അയച്ചു കൊടുത്ത ഞാനും അമ്മയും പിന്നെ ഈ വീട്ടിൽ തന്നെ പുറത്താവും. അതിനു മാത്രം ഞാൻ അവരോട് സംസാരിച്ചു. നീ പറഞ്ഞതെല്ലാം അവള് റെക്കോർഡ് ചെയ്തെന്ന് ഉറപ്പാണോ? ഉറപ്പാ അമ്മേ. ആ വീഡിയോ അവരെന്നെ കാണിച്ച ഭീഷണിപ്പെടുത്തിയത്. എന്താ നീ ചെയ്തു വച്ചിരിക്കുന്നെന്ന് അറിയാമോ? അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനായി ഞാൻ മെനഞ്ഞ തന്ത്രങ്ങൾക്കോ പ്രതാപനെതിരെ ഞാൻ ഇന്ന് വരെ ചെയ്ത ഒരു കാര്യങ്ങൾക്കോ നാളിതുവരെ ഞാൻ ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷെ നീ വളരെ നിസ്സാരമായി ചെയ്തു തീർക്കേണ്ട കാര്യത്തിന് പോയിട്ട് സ്വന്തം തല തന്നെ കൂട്ടിനകത്ത് കൊണ്ടുവച്ചിട്ട് വന്ന് നിൽക്കുന്നു. അതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഓർത്തോ? അവരെ കാണിച്ചതൊക്കെ അഭിനയായിരുന്നെങ്കിൽ ആ ഫോൺ മേടിച്ച് ഞാൻ തല്ലിപ്പൊടിച്ച് കളഞ്ഞേനെ. നടന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഒരു കാര്യമില്ല. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ചിന്തിക്ക. എന്താ അമ്മേ ഞാനിനി ചെയ്യണ്ടേ? എന്നോടാണോ ചോദിക്കേണ്ടേ? അവൾ എവിടെയാ താമസിക്കുന്ന നീ കണ്ടുപിടിച്ചോ? ഇല്ലമ്മേ. എങ്കിലേ നീ ആദ്യം അത് പോയി കണ്ടുപിടിക്ക. എന്നിട്ടേ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ആ വീഡിയോ ഡിലീറ്റ് ചെയ്. ശരി അമ്മേ. പത്മാവതിയെ ഒതുക്കുന്നതിനോടൊപ്പം തന്നെ ഉറപ്പിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ശരി. അപ്പൊ ഇവരെ കാണാനാണോ നീ എന്നെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്?
അതിനെന്താ? അമ്മയ്ക്ക് അംബിക മേഡത്തോട് പ്രത്യേകിച്ച് വല്ല വ്യക്തിവൈരാഗ്യമുണ്ടോ? എനിക്ക് അവരോട് എന്ത് വൈരാഗ്യം? അമ്മ എന്തിനാ ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഇങ്ങനെ കുശുമ്പ് പറയാൻ നിൽക്കുന്നേ? അവർ കേട്ട അവർക്ക് എന്ത് തോന്നും? അമ്മ മിണ്ടാവുന്ന ഇങ്ങോട്ട് വാ. അവളുടെ ഒരു അംബിക മാഡം. അമ്മ ഇങ്ങോട്ട് വാ. ഓ എന്താ അമ്മയും മകളും കൂടെ ഒരു കുശലം പറച്ചില്? ഹേയ്, പ്രത്യേകിച്ച് ഒന്നുമില്ല മാഡം. അമ്മയോട് ഞാൻ അംബിക മേഡത്തിനെ കാണാനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ പരിഭവം പറിച്ചില്ല. ആ പിന്നെ എന്തൊക്കെയുണ്ട് രുക്മിണി വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? അല്ല, എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് പിന്നെ ഇവളുടെ നിർബന്ധത്തിനും രാജുവായിട്ടുള്ള ഇവളുടെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. അംബികയ്ക്ക് എന്താ? ഋതികയെ അംബികയുടെ മകൻ കെട്ടുന്നതോടെ ഇട്ടുമൂടാനുള്ള സ്വത്ത് കയ്യിൽ വരും. എന്റെ മകളുടെ ജീവിതമല്ലേ ആ കുടുംബത്തിൽ കിടന്ന് നരകിക്കാൻ പോകുന്നത്. അമ്മേ, നീ മിണ്ടരുത്. അമ്മ എന്തായി പറയുന്നത്? രമ്യേ, രുക്മിണിക്ക് പറയാനുള്ളത് പറയട്ടെ. പറയും. ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയാണെന്ന് പറഞ്ഞാലും മുഖത്ത് നോക്കി പറയാനുള്ളത് പറഞ്ഞാ രുക്മിണിക്ക് ശീലം. എത്ര നിർഗുണനാണെങ്കിലും നിങ്ങളുടെ മകൻ ദീപകിനെ കൊണ്ട് ഇവളെ കെട്ടിക്കണോന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കത് സന്തോഷമായിരുന്നു. കാരണം അവന് 10 തലമുറയോളം ലാവിഷായിട്ട് കഴിയാനുള്ള ആസ്തിയുണ്ട്. ആ രാജുവിന്റെ കൂടെ ഇവളെ ഇറക്കി വിടുന്ന കച്ചവടത്തിലെ രുക്മിണിക്ക് നഷ്ടമേ ഉണ്ടാവും. ആ ഒരു നീറ്റലേ എനിക്ക് നന്നായിട്ടുണ്ട് അംബികെ. അപ്പോ ഏത് നിമിഷം വേണമെങ്കിലും രുക്മിണി രാജുവിന്റെയും രമ്യയുടെയും വിവാഹ കാര്യത്തിൽ കൂറുമാറിയേക്കാം അല്ലേ? ദേ, ഇവളുടെ നിർബന്ധം കൊണ്ടാ. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടും കൊള്ളാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് രാജുവിന് ആരെങ്കിലും പെണ്ണു കൊടുക്കോ? ഒരിക്കലും പട്ടിണിയും പരിവട്ടവും മാറാത്ത ഒരു ഗതികെട്ട കുടുംബം. ആദർശം പറയാനാണെങ്കിൽ 100 നാവും. എന്റെ മോളുടെ തലവിധി. അല്ലാതെ എന്തു പറയാനാ? രുക്മിണിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന രാജുവിനെ രുക്മിണിയുടെ മകളെ കൊണ്ട് തളയ്ക്കാനുള്ള എന്റെ ഉദ്ദേശം നടക്കുമെങ്കിൽ രുക്മിണിയുടെ ഈ വിഷമം മാറ്റേണ്ടത് എന്റെ കടമയാ. അംബിക മേഡം എന്തായി പറയുന്നത്? ദേ രമ്യേ, ഞങ്ങള് മുതിർന്നവര് സംസാരിക്കുന്നുണ്ടല്ലോ, നീ കുറച്ചു നേരം സമാധാനമായി മിണ്ടാതെ നിക്ക്. രുക്മിണി, നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും ഇപ്പോ ഇവൾ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന അതേ സുഖത്തിലും സന്തോഷത്തിലും ഇവള് മുന്നോട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ. രുക്മിണി നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ആളാണെന്ന് എനിക്കറിയാം. എനിക്ക് ചെയ്തു തരുന്നതിനൊന്നും പ്രതിഫലമായിട്ടല്ല, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ രുക്മിണിക്കൊരു തുക നൽകാം. രുക്മിണി ആ തുക മകൾക്ക് നൽകുകയോ മകൾക്ക് ബിസിനസ് തുടങ്ങാൻ നൽകുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ തരുന്ന തുക രമ്യയ്ക്ക് നൽകണമെന്ന ഒരു നിബന്ധന മാത്രമേ എനിക്കുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. നീ ഒന്ന് ചുമ്മാതിരിക്കടി. അംബികെ, പറയ്, എത്രയാ അംബിക തരാൻ ഉദ്ദേശിക്കുന്ന തുക? അമ്മേ, രമ്യേ, ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ സന്തോഷത്തിന് പൂർണ്ണ മനസ്സോടെ ഞാൻ തരുന്ന തുകയാ. രുക്മിണി, 50 ലക്ഷം. 50 ലക്ഷം രൂപ ഞാൻ തരാം. 50 ലക്ഷം? അത് നടക്കില്ല. അംബിക പറഞ്ഞതുപോലെ എനിക്കെല്ലാം കച്ചവടോ. അതുകൊണ്ട് തുക ഞാൻ പറയും, അംബിക അതനുസരിക്കും. അംബികയ്ക്ക് അറിയാലോ, ഞാനൊന്ന് മനസ്സ് വെച്ചാ അംബികയും എന്റെ മകൾ രമ്യയും എന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും രാജുവായുള്ള രമ്യയുടെ വിവാഹം നടക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ കോടികൾ വരുന്ന ആസ്തിയുടെ കണക്കൊക്കെ എന്റെ കാരണവന്മാര് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. 50 ലക്ഷമൊക്കെ നിങ്ങൾക്കൊരു തുകയാണോ അംബികെ? എന്നാ പറയ്, എത്ര വേണം? അംബിക പറഞ്ഞ 50 ലക്ഷത്തിന്റെ കൂടെ
ഒരു 50 ലക്ഷം കൂടി ചേർത്ത് 1 കോടിയായിട്ട് എനിക്ക്, അല്ല എന്റെ മകൾക്ക് തന്നാൽ രാജുവിന്റെ രമ്യയുടെ വിവാഹം പൂർണ്ണ മനസ്സോടെ ഞാൻ നടത്തിത്തരും. എന്തു പറയുന്നു? കണക്കില്ലാത്ത കോടികൾ കയ്യിൽ വരാൻ പോകുമ്പോ 1 കോടി എന്നത് ഇത്രയും ആലോചിക്കേണ്ട കാര്യമാണോ അംബികെ? ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. രാജുവിന്റെയും രമ്യയുടെയും വിവാഹത്തിന് 50 ലക്ഷം. വിവാഹം കഴിഞ്ഞ് അവരൊരു പുതിയ ജീവിതം തുടങ്ങി. എന്റെ വഴിക്ക് രാജു ഒരു ശല്യമാവില്ലെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞ ബാക്കി 50 ലക്ഷം. പൂർണ്ണ ബോധ്യാവോന്ന് വെച്ചാ? എന്നുവെച്ചാ രാജു രമ്യയുടെ വരുതിക്ക് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായ അപ്പൊ ബാക്കി 50 ലക്ഷം. സമ്മതം. വാക്ക് പറഞ്ഞാൽ മാത്രം പോരാ, എഗ്രിമെന്റ് വേണം. ആ ശരി, ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നിരിക്കാം. ശരി. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു അംബിക മാഡം? ആവശ്യമുണ്ട് രമ്യ. നീ ഇപ്പോ അമ്മയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്, ഞാൻ വിളിക്കാം. ശരി. ദീപകെ, എന്തായി? പത്മാവതി താമസിക്കുന്ന എവിടെയാണെന്ന് മനസ്സിലായോ? ഇല്ല അമ്മേ. ഒഴിഞ്ഞു കിടന്നിരുന്ന വീട്ടിൽ വന്ന പുതിയ താമസക്കാരെ ഞാൻ ഈ കര മുഴുവൻ തെരഞ്ഞു. പക്ഷേ എവിടെയും എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെവിടെയാണെങ്കിലും ഞാൻ അവരെ ഉടനെ കണ്ടുപിടിക്കും. ശരി, എങ്കിൽ നീ തൽക്കാലം വീട്ടിലേക്ക് വാ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി അമ്മേ. ശരി. എങ്ങനെയെങ്കിലും രാജുവിനോട് സംസാരിച്ച് അവൻ്റെ മനസ്സ് മാറ്റണം. ദീപക്കുമായിട്ടുള്ള റിയ മാഡത്തിൻ്റെ വിവാഹം മുടക്കാൻ രാജു ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ നിസ്സാരമായി നടക്കും. സന്ദീപേ, ഞാൻ പറഞ്ഞല്ലോ, പൂക്കളെല്ലാം ഫ്രഷ് ആയിരിക്കണം. പിന്നെ വാടിയ പൂക്കളോ പ്ലാസ്റ്റിക് പൂക്കളോ കൊണ്ടുള്ള ഒരു ഡെക്കറേഷനും പാടില്ല. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്തിനാ നീ കോള് കട്ട് ചെയ്ത് കളഞ്ഞത്? നിന്നെ ഇവിടെ ആരും ഒന്നിനും തടയുകയോ തടസ്സം പറയുകയില്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നീ ചെയ്യുന്നു. നീ ചെയ്തോ? എന്നെ കണ്ട് കോള് കട്ട് ചെയ്ത് ബഹുമാനം കാണിക്കാനോ അതോ ഞാൻ വഴക്ക് പറയുന്ന ഓർത്തിട്ടോ? അച്ഛാ, ഞാൻ വേണ്ട രാജു, നിന്റെ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ ഒരു കാര്യം നിന്നോട് അച്ഛന് പറയാനുണ്ട്. മോനെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുള്ള വിശ്വാസം അത് വളരെ വലിയ മഹത്തായ കാര്യമാണ്. അത്രയും സുഖസൗകര്യങ്ങൾക്കിടയിൽ വളർന്ന ആ മന്ത്രിപുത്രിയുടെ മനസ്സിൽ നിന്നോടുള്ള വിശ്വാസത്തിന്റെ വിത്ത് പാകിയത് നീ തന്നെയാണ്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന ധൈര്യമാണ് ആ കുട്ടിക്ക് നിന്നോടുള്ള ഇഷ്ടമായി മാറിയത്. അത് ചിലപ്പോ ആ കുട്ടിയുടെ തെറ്റായിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കണ്ണി ചോരയില്ലാത്ത ആ അമ്മയുടെ മകനുണ്ടല്ലോ, വെറും തെമ്മാടിയായ ദീപക്ക്, അവന്റെ കയ്യിലേക്ക് ആ പാവം മാഡത്തിന്റെ ജീവൻ വിട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തില് നീ ഉണ്ടാവരുത് മോനെ. ഉണ്ടായാൽ ആ പാവം പെൺകുട്ടിയുടെ ശാപം നിനക്ക് കിട്ടും മോനെ.
അതേ മോനെ, എന്ത് പ്രശ്നമുണ്ടായാലും ഋതികമോൾക്ക് നീ കൂടെ ഉള്ളതായിരുന്നു ധൈര്യം. അതായിരുന്നു അവളുടെ ആശ്വാസം. ആ നീ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഋതികമോളെ ആ കൊള്ളരുതാത്തവന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. ആ പാവത്തിന്റെ ജീവിതം അവന്റെ കൂടെ നരകായി പോവും. നീ അമ്മയും അച്ഛനും പറയുന്നത് നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക്. പാവല്ലേടാ നിന്റെ ഋതിക മാഡം. അമ്മ ഞാൻ എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? എന്താ രാധമ്മേ, എന്താ കാര്യം? രുക്മിണി, അത് അയ്യോ, ഇതെന്ത് പറ്റി? രാജന്റെ മുഖത്തൊരു വാട്ടം, ആകെ ഒരു ക്ഷീണാണല്ലോ. എന്തു പറ്റി രാജു? ഏയ് ഒന്നുമില്ല. ഋതികയുടെ വിവാഹത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മോനെയാണല്ലോ വർമ്മ സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. രമ്യ പറഞ്ഞു. എന്നാലും മോന്റെ മനസ്സ് ആന്റി സമ്മതിച്ചു കേട്ടോ. വർമ്മ സാറിനോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടി വർമ്മ സാറിന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി കുറെ കാലത്തേക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞ എന്തൊരു തങ്കപ്പെട്ട മനസ്സാ മോന്റേത്. ഇങ്ങനൊരു മോനെ കിട്ടിയ രാധമ്മയും വേണുചേട്ടനും എത്ര വലിയ ഭാഗ്യം ചെയ്തവരാ. എല്ലാരും ഉണ്ടല്ലോ. എന്താ രുക്മിണിയമ്മേ പതിവില്ല ഇവിടേക്ക്? അതും വളരെ സന്തോഷത്തില്. ജയൻ ഋതികയുടെ കല്യാണം കൂടാൻ വന്നതായിരിക്കും അല്ലേ? ആ അതെ. പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു മോനെ? ഓ, ഭഗവാന്റെ കൃപ കൊണ്ട് നന്നായി പോകുന്നുണ്ട്. ദേ, കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാ രുക്മിണി ആന്റിയോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മള് ബന്ധുക്കളല്ലേ ജയമോനെ? ഏത് വകയില്? അതെന്താ വേണോട്ട് അങ്ങനെ ചോദിച്ചേ? എന്റെ അനിയനെയല്ലേ ഇവിടുത്തെ ശ്രീലക്ഷ്മി വിവാഹം കഴിച്ചേ. അപ്പോ നമ്മള് ബന്ധുക്കളല്ലേ വേണമെങ്കിലേ. എന്നിട്ട് അവരെവിടെ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? വഴക്ക് പറഞ്ഞാ അവരെ ഇറക്കി വിട്ടില്ലേ? വഴക്ക് പറയും, ഇനിയും വഴക്ക് പറയും. അതെന്തിനാ? അവർക്ക് ജീവിക്കാനുള്ള വാശിയുണ്ടാവാൻ. വാശിയോടെ ജീവിച്ചാൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുമെന്ന് ഓർത്തല്ലേ ഞാൻ അവരെ വഴക്ക് പറഞ്ഞേ. അല്ലാതെ എനിക്ക് എന്റെ മകനോടും അവന്റെ പെണ്ണിനോടും അവരുടെ വീട്ടുകാരോടും വെറുപ്പാണെന്നാണോ നിങ്ങൾ കരുതുന്നേ? പുറമേ നിന്ന് നോക്കിയ കരിങ്കല്ലാണെന്ന് തോന്നിയാലും ഈ രുക്മിണിയുടെ മനസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെയാ. അറിയാവോ? കരയാതമ്മേ. രുക്മിണി ആന്റി എന്ത് പാവാ. അല്ലേ അച്ഛാ? രുക്മിണി വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ആ, വേറെന്താ വേണിച്ചേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മകൾ രമ്യയുടെയും രാജുവിന്റെയും വിവാഹം കാണണം. അല്ല, ഇത്ര വേഗം വിവാഹം നടത്തുക എന്ന് പറഞ്ഞാ എങ്ങനെയാ? അയ്യോ, കല്യാണ ചെലവിന്റെ കാര്യമൊന്നും ഓർത്ത് രാധമ്മ വേണമെങ്കിലും വിഷമിക്കണ്ട. അതൊക്കെ അമ്മ നോക്കിക്കോളും, അല്ലേ അമ്മേ? അംബികമ്മേടം തരുന്നതിൽ കുറച്ചെടുത്ത് ചെലവാക്ക്. 1 കോടി എന്നുള്ളത് സംസാരിച്ച് ഞാനൊരു 1.5 ആക്കാം. ആണോ? അതേന്നെ, കല്യാണ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങള് ചെക്കനെ ഞങ്ങൾക്ക് തന്നാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അതെ, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ അനിയന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവൻ ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. പ്രിയേ, മുതിർന്നവര് സംസാരിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറയുന്നുണ്ടടി?
അളിയൻ എന്തിനാ ചേച്ചിയെ വഴക്ക് പറയുന്ന? ചേച്ചി പറയുന്നത് കാര്യമില്ലേ? എന്ത് കാര്യം? അളിയുടെ കൈന്ന് എന്തിന്? കൈതാ ഇത് വാ. അളിയ ചുമ്മാ ഇരി. അളിയ ദേ, ഞാൻ വാക്ക് തരുന്നു രുക്മിണി ആന്റി, അളിയ നിങ്ങൾ പറയുന്ന മാസം പറയുന്ന തീയതി പറയുന്ന മുഹൂർത്തത്തിൽ. വിട്ടെ. ജയ നീ എന്തായി കാണിക്കുന്നത്? ഏയ്, അച്ഛാ എടുത്തയാളല്ലേ? രുക്മിണി ആന്റിക്കും രമ്യക്കും സന്തോഷായില്ലേ? നിങ്ങൾ വീട്ടിലേക്കല്ലേ? ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ആ ചെല്ലുന്നേ, ധൈര്യമായിട്ട് ചെല്ലേ. ആ സ്ത്രീയുടെ ഹരീഷിന്റെ കാര്യം മറക്കല്ലേ. രാധമേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്രീയുടെ കാര്യത്തില് വിഷമിക്കണ്ട കേട്ടോ. ആ കാര്യത്തിന് നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം. രാജു, ഞങ്ങൾ ഇറങ്ങാം. ഞാൻ വിളിക്കാം. എന്ത് തെമ്മാടിത്തരം നീ കാണിച്ചേ? അവനിട്ട് 2 കൊടുക്ക് വേണു കേട്ടാ. എന്താ അളിയ ഇങ്ങനെ? അച്ഛാ എന്നെ തല്ലിക്കും, പക്ഷേ ആര് ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. രമ്യ എന്നെ നേരിട്ട് വന്ന് കണ്ട് രാജുവിനെ വിവാഹം കഴിക്കണമെന്ന് അവൾ ആഗ്രഹത്തിന് കൂട്ടുനിന്ന കുറച്ച് ക്യാഷ് തരാന്ന് പറഞ്ഞിരുന്നു.